ഓക്കെ ലേഡീസ്, നമുക്ക് നമ്മുടെ സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഓപ്പൺ ചെയ്യുന്നൊന്ന് പഠിപ്പിച്ചു തരാം. നമ്മുടെ മുകളിൽ മൈ അക്കൗണ്ട് എന്നിട്ടുള്ള ഇത് കാണുന്നില്ലേ, അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ എന്ന് പറയുന്നത് കാണുന്നില്ലേ, അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ കാണുന്നില്ലേ, നോർമൽ കസ്റ്റമർ സ്റ്റോർ കീപ്പർ. ഇതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള യൂസർ ഐ ഡി ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ MW150 ഇങ്ങനെ നമുക്ക് ഐ ഡി കിട്ടിയിട്ടുണ്ടാവും. MW തൊട്ട് അതിവിടെ അടിച്ചു കൊടുക്കുക. പാസ്വേഡ് കോമൺ ആണ്, 123123 നമ്മൾ ലോഗിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വരും. ഇതിൻ്റെ ഏറ്റവും മുകളിൽ കണ്ടോ മൈ അക്കൗണ്ട് എന്നിട്ട് കാണുന്നില്ലേ, അതിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അതിലപ്പോൾ ഇങ്ങനെ 4 ഓപ്ഷൻ വരും. ഈ 4 ഓപ്ഷനിൽ മൈ ബാക്ക് ഓഫീസ് എന്നിട്ട് ഓപ്ഷൻ എടുക്കുക, അതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ശ്രദ്ധിക്കട്ടോ, ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ് വരുന്നത്. ഇതിൽ ഇപ്പോൾ ഈ വാലറ്റിൽ 403 കാണുന്നില്ലേ, അതാണ് നമ്മുടെ റൈറ്റും ലെഫ്റ്റും ടീം മാച്ച് ചെയ്തിട്ടുള്ള കമ്മീഷൻ വരുന്നത്. ഓക്കെ, അത് ഈ വാലറ്റിൽ കാണും. ഇത് നമ്മുടെ അക്കൗണ്ടിലേക്ക് കമ്പനി റിലീസ് ചെയ്ത് അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പിന്നെ പേ ഔട്ട് ഇതിലേക്ക് മാറും കേട്ടോ. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് മറ്റു കാര്യങ്ങളിൽ ജീനിയോളജിയിലേക്കാണ് പോകേണ്ടത്. അപ്പം ഏറ്റവും മുകളിൽ 4 വരെയുള്ള ഒരു സ്റ്റാർ ചിഹ്നമൊക്കെ ആയിട്ട് കാണുന്നില്ല, ഒരു സെറ്റിങ്സിൻ്റെ ഒക്കെ അതിൽ 4 ലൈനുള്ള ഈ സംഭവത്തിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് കണ്ടോ, ഇതുപോലെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ നമ്മൾ ഈ ഡൗൺലൈൻസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. അതിൽ തന്നെ ജീനിയോളജി എന്ന് പറഞ്ഞിട്ട് ഓപ്ഷന് നമ്മൾ ടച്ച് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ വരും. അപ്പോൾ നമ്മുടെ ടീമിൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഏറ്റവും താഴെയുള്ള ആളെ നമുക്ക് കണ്ടുപിടിക്കണം. അതിൽ ഓരോ ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ ഹെഡ് ഇതാണ് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുമേ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ താഴേക്ക് പോകും. ഇപ്പോൾ ഈ ഐ ഡിയുടെ താഴേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതുമേ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴെയുള്ള ആളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു ഓപ്ഷൻ അതാണ്. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മുടെ ജീനിയോളജിയാണ്. അതിൽ നമ്മുടെ ഹെഡിൽ ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പേര് ഇവിടെ വരും, ബാക്കി കാര്യങ്ങളൊക്കെ വരും. ഇതിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന സംഭവം റീപർച്ചേസ് കണ്ടോ, റീപർച്ചേസ് ലെഫ്റ്റ്, റീപർച്ചേസ് റൈറ്റ്, ഈ 2 പോയിൻ്റ് മാത്രം നമ്മൾ നോക്കിയാൽ മതി കേട്ടോ. ഇതിലിപ്പോൾ നോക്കൂ, റീപർച്ചേസ് ലെഫ്റ്റിൽ 250 പോയിൻ്റ്, റീപർച്ചേസ് റൈറ്റ് 250 പോയിൻ്റ്. ഇതാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ നോക്കുന്ന അടുത്തൊരു പോയിൻ്റാണ് പേഴ്സണൽ BV. നമ്മൾ ഓരോ പർച്ചേസ് നടത്തുമ്പോഴും അതിൻ്റെ പേഴ്സണൽ BVയിലേക്ക് കയറി വരുന്നത്. അപ്പോൾ 3 പോയിൻ്റ് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് പേഴ്സണൽ BV, ഒന്ന് റീപർച്ചേസ് റൈറ്റ്, റീപർച്ചേസ് ലെഫ്റ്റ് കേട്ടോ. ഇത് മാച്ച് ചെയ്യുന്ന അതിൻ്റെ 10%. ഇപ്പോൾ 250 പോയിൻ്റ് മാച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ 10% കമ്മീഷൻ മുകളിലേക്ക് കയറി വരും. പിന്നെ മുകളിലൊക്കെ കുറേ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഈ രജിസ്ട്രേഷനിലുള്ള കുറേ സംഭവങ്ങൾ വന്നിരുന്ന സംഭവമാണ്. അതിപ്പോൾ നമുക്ക് ലൈവല്ല. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന മൊത്തം റീപർച്ചേസ് ലിസ്റ്റ് ആയതുകൊണ്ട് റീപർച്ചേസ് ലെഫ്റ്റും റീപർച്ചേസ് റൈറ്റും മാത്രം നോക്കിയാൽ കേട്ടോ. ഇതാണ് നമ്മൾ നോക്കേണ്ട പോയിൻ്റ് കേട്ടോ. ഇത് ശ്രദ്ധിക്കുക, ഇതാണ് നമ്മൾ റിവാർഡിലേക്കും കയറി വരുന്നത്. റീപർച്ചേസ് ലെഫ്റ്റ് 250, റീപർച്ചേസ് റൈറ്റ് 250. ഇപ്പോൾ നമ്മളിങ്ങനെ ഗ്രൂപ്പിൽ ഇങ്ങനെ കണ്ടില്ലേ, ഫസ്റ്റ് റിവാർഡ് അച്ചീവ് ചെയ്തു, സെക്കൻഡ് റിവാർഡ് അച്ചീവ് ചെയ്തു, ഫോർത്ത്, ഇങ്ങനെ ഓരോ റിവാർഡ് അച്ചീവ് ചെയ്ത ആളുകൾ വരും. അപ്പോൾ ഇത് 250-ന് ശേഷം ഇതിൽ 500 പോയിൻറ്റ് റീപർച്ചേസ് ലെഫ്റ്റ്, റീപർച്ചേസ് റൈറ്റ് വരുമ്പോൾ 500 പോയിൻ്റ് എത്തും. ഫസ്റ്റ് റിവാർഡ് അച്ചീവർ ആവും. അത് 1000 എത്തുമ്പോൾ രണ്ടാമത്തെ, 2500 എത്തുമ്പോൾ മൂന്നാമത്തെ, അങ്ങനെ ഓരോ സ്ലാബ് പോയിൻറ്റുകൾ അടിസ്ഥാനമാക്കിയിട്ട് 15 റിവാർഡ്. 15ാമത്തെ റിവാർഡിലാണ് മേഴ്സസ് ബെൻസ് പറഞ്ഞിട്ട് ഓഫർ. ഇതാണ് നോക്കുന്നത് കേട്ടോ. ഇതെങ്ങനെ വരുന്നു വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ വലത് ടീമിലുള്ള ആളുകളുണ്ടല്ലോ, ഈ കാണുന്ന ഇതിൽ കാണുന്ന ആളുകൾ, ഇവർ പർച്ചേസ് ചെയ്യുന്നതും ഈ കാണുന്ന ആളുകൾ പർച്ചേസ് ചെയ്യുന്നതും ആയിട്ടുള്ള പോയിൻറ്റുകളാണ്, അതായത് റീപർച്ചേസ് ചെയ്യുന്ന പോയിൻറ്റുകളാണ് നമുക്ക് ഇതിൽ വരുന്ന റീപർച്ചേസ് വലതും ഇടതുമുള്ള പോയിൻറ്റുകളായി കയറി വരുന്നത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് ഡൗൺലൈനിലേക്ക് എങ്ങനെ പോകാമെന്നുള്ള കേട്ടോ. 2 ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഡൗൺലൈനിലേക്ക് ഒന്നുകിൽ ഈ ഹെഡ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോകാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ യൂസർ നെയിം ഇവിടെ നമ്മളൊരു ID ടച്ച് ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ നമുക്ക് ഏതാണോ ഡൗൺലൈനിലേക്ക് പോകേണ്ടത് വെച്ചെങ്കിൽ ഇതുപോലെ ഇതിൽ വരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇവിടെ ഒരു ID അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള IDയിലേക്ക് ഇങ്ങനെ 92 ഇങ്ങനെ ഒരു ID അടിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ID അടിച്ചു ഇവിടെ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇതെടുത്തു, സെർച്ച് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സെർച്ച് ചെയ്ത ID ഇവിടെ വന്നു, ഓട്ടോമാറ്റിക് വന്നു കണ്ടോ, ID ഇവിടെ വന്നു. ഇനി നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ ഇവിടെ ആഡ് ഇയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണുന്നില്ലേ, ഈ നീല ഒരു പ്ലസ്, അതിലാണ് ആഡ് രജിസ്ട്രേഷനൊക്കെ കൊടുക്കേണ്ടത്. വേറൊരു വീഡിയോ ഉണ്ട്, കണ്ടാൽ മനസ്സിലാവും. ഇനി ഇപ്പോൾ ഇതിൻ്റെ നോക്കാം, ഇങ്ങനെ നോക്കി പിടിക്കുക, ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് അങ്ങനെ താഴേക്ക് കണ്ടോ, അങ്ങനെ വരും. ഇനി ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മാത്രമായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഓരോ ഹെഡും ഇങ്ങനെ ഒരു ഡബിൾ ക്ലിക്ക് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക് താഴേക്ക് വരും. അല്ലെങ്കിൽ നമുക്ക് മുകളിൽ ഇവിടെ സെർച്ചിലും കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോയിന്റുകളൊന്ന് ഡാഷ്ബോർഡിൽ നമ്മളെ പേ ഔട്ട് വന്നത് അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയതിനു ശേഷം എങ്ങനെയെന്നുള്ളത് പറഞ്ഞു. ശേഷം ജീനിയോളജിയിൽ നമ്മുടെ പോയിന്റുകൾ ചെക്ക് ചെയ്യുന്നത്, അതായത് റീപർച്ചേസ് റൈറ്റും റീപർച്ചേസ് ലെഫ്റ്റും എത്രയെന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് പഠിച്ചു. അതിനുശേഷം പേഴ്സണൽ BV പഠിച്ചു. അതിനുശേഷം റിവാർഡുകൾ കണക്കാക്കുന്നത് നമ്മൾ ഈ റീപർച്ചേസ്, കാരണം 500 പോയിൻറ്റ് മാച്ച് ചെയ്യുമ്പോൾ 1000 പോയിൻറ്റ് അത് മാച്ച് ചെയ്യുന്നതും ഈ റീപർച്ചേസ് റൈറ്റും റീപർച്ചേസ് ലെഫ്റ്റും കണക്കാക്കിയിട്ടാണ്, അതും പഠിച്ചു. പിന്നെ ഡൗൺലൈൻസ് നോക്കുന്നത് എങ്ങനെ 2 ടൈപ്പ് പഠിച്ചു. യൂസർ നെയിമിൽ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളതും പഠിച്ചു, അല്ലെങ്കിൽ ഹെഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് പോകുന്ന സിസ്റ്റവും പഠിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയും സിമ്പിളായുള്ള കാര്യങ്ങളുള്ളൂ, അത് നമ്മൾ പഠിച്ചു വയ്ക്കുക. കൂടെ നമുക്കിനി രജിസ്ട്രേഷൻ, ഇത് ഈ പിൻ ഉപയോഗിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ ചെയ്യുന്ന സിസ്റ്റമൊക്കെ പഠിക്കുന്ന വേറെ വീഡിയോ ഉണ്ട്, ഓരോന്നിരുന്നും നമ്മൾ പഠിച്ചെടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ലീഡേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.